എല്ലാവർക്കും ബിബീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൽ നമ്മൾ ചെയ്തൊരു ട്രാൻസ്ഫോർമേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടിപ്പം 1.5 വർഷം കഴിഞ്ഞു. അന്ന് മുറ്റം ശരിയാക്കാൻ സാധിച്ചിരുന്നില്ല. ചെറിയൊരു മഴ പെയ്യുമ്പോൾ പോലും മുറ്റം മുഴുവൻ ചെളിയും അഴുക്കും ഒക്കെ ആകുമായിരുന്നു. നമുക്കൊന്ന് നടക്കാനോ കുട്ടികൾക്കൊന്ന് കളിക്കാനോ ആവാത്തൊരവസ്ഥയായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞാൽ. അത് വണ്ടി കയറുന്നത് കൊണ്ട് മുറ്റം മൊത്തം ഒരു ഓഫ് റോഡ് പോലെ ആകുമായിരുന്നു. മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബാംഗിൾ സ്റ്റോൺ ചെയ്യാനോ നോക്കിയപ്പോൾ ഭയങ്കര പൈസ അവർ പറഞ്ഞത്. നമ്മുടെ മുറ്റം ഏകദേശം 1100 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്നുണ്ട്. അപ്പം സ്ക്വയർ ഫീറ്റ് 130 രൂപ വെച്ച് മണ്ണുപണിയും കൂടെ കൂട്ടി ഏകദേശം 1,42,000 രൂപയാണ് അവരിവിടെ വന്ന് പറഞ്ഞത്. അത്രയും പൈസ മുടക്കണ്ട, എന്നാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ വൈഫും മക്കളും നല്ല ഫുൾ സപ്പോർട്ട് കൂടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇൻ്റർലോക്കിനേക്കാൾ നല്ലത് ബാംഗിൾ സ്റ്റോൺ ആണെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ബാംഗിൾ സ്റ്റോൺ മോഡലായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അതിനായിട്ട് ഞങ്ങൾ 1 അടി വീതിയും 2 അടി നീളമുള്ള ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രണ്ട് ഇപ്പോൾ ദീപി ചേട്ടനെ കൊണ്ട് അത് 2.5x 2 പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കി. അതാകുമ്പോൾ നമ്മുടെ സ്റ്റോണിന് 2.5 ഇഞ്ച് കനം കിട്ടും. ഇതിനായിട്ട് 3 ചട്ടി എംസാൻഡും 2 ചട്ടി ചിപ്സ് 1 ചട്ടി സിമെൻറ്റ്, അങ്ങനെ ഒരു റേഷ്യോ ആണ് ഇത് ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത്. സാധാരണ ചെയ്യുന്നത് ഓരോ കട്ട ഉണ്ടാക്കി വെച്ച് അത് ഉണങ്ങി എന്നിട്ട് അത് മിറ്റിൽ വിരിച്ച് അതിൻ്റെ പൊക്കത്ത് കട്ട വിരിക്കുന്നതാണ് പതിവ്. പക്ഷേ ഞങ്ങളതിന് പകരം നേരിട്ട് ലെവലാക്കിയ മണ്ണിലേക്ക് ഈ അച്ചു വെച്ച് അതിനകത്ത് പിടിച്ചു പോകുമായിരുന്നു. അതോടൊപ്പം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആണ് ഇച്ചിരൂടെ. കട്ട മുഴുവൻ പിടിച്ചു വെച്ചിട്ട് ഒരു 10-15 ദിവസം നെറ്റൊക്കെ ഇട്ട് കുറേ വാഴ കച്ചിയും ഒക്കെ ഇട്ട് നന്നായിട്ട് നനച്ച് കൊടുത്തു. കാരണം ഇത് നന്നായിട്ട് സെറ്റാവണം. അന്ന് വണ്ടിയൊക്കെ കയറുന്നില്ല, അപ്പോൾ നന്നായിട്ട് സെറ്റാവണം. ശരിക്കും ഞങ്ങൾ 1.5 മാസം എടുത്തിട്ടത് പണി തീർത്തത്. അതായത് പകൽ നമ്മുടെ ജോലി കഴിഞ്ഞ ശേഷം നൈറ്റ് 1.5-2 മണിക്കൂർ വെച്ച് ദിവസം വെച്ചിട്ട് പണിത്. അത് ഫ്രണ്ട് മുറ്റം ഒരു പകുതിയോളം ഞങ്ങൾ തനിയെ, ഞാനും അവളും പിള്ളേരും തനിയെ ഞങ്ങൾ തന്നെ പണിത്. അതിനുശേഷം ഞങ്ങൾ 2-3 പേരെ കൂട്ടി, കാരണം ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2-3 ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി, ബോബിൻ ചേട്ടനും പ്രതിഭ ചേട്ടനും ബിജു ചേട്ടനും. അവരും കൂടെ വന്നപ്പോഴത്തേനും പണിയൊക്കെ ടപ്പേയും തീർന്നു. ഈ കട്ട മൊത്തം പിടിച്ചു വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ ചാന്ത് വെച്ച് അടച്ചു. കുറച്ച് മിറ്റിലൊക്കെ ഇട്ട് അതിൻ്റെ അകത്തേക്ക് ചാന്തൊക്കെ വെച്ച് നന്നായിട്ട് അടച്ചു. ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അത് മൊത്തം ഫില്ല് ചെയ്യുമല്ല, 1/2 ഇഞ്ച് സ്പേസ് ഉണ്ടാവണം, കാരണം നമുക്ക് ഗ്രാസ് വയ്ക്കാനുള്ള. അപ്പം അതിനിടയ്ക്ക് തന്നെ ഞങ്ങളൊരു കട്ടപ്പൊക്കത്തിന് ഒരു ബോർഡറൊക്കെ കൊടുത്തു. പ്രത്യേകിച്ച് നമ്മുടെ കാർ പോർച്ചിൽ, കാരണം വെള്ളമൊന്നും കയറാൻ പാടില്ല, മഴ പെയ്യുമ്പോൾ വെള്ളം കയറും. അതുകൊണ്ട് അവിടെ ഒരു ബോർഡറൊക്കെ കൊടുത്തു. ഏകദേശം ഒരാഴ്ച ഞങ്ങൾ നന്നായിട്ട് നനച്ചായിരുന്നു. എന്നിട്ട് സെറ്റായതിന് ശേഷമാണ്, ഉണങ്ങിയതിന് ശേഷം പെയിൻ്റ് അടിച്ചു. ഞങ്ങൾ 4 പേരും കൂടെ തന്നെ, നമ്മൾ വേറെ ആരെ വിളിച്ച് നമ്മൾ തന്നെ പെയിൻ്റ് അടിച്ചു. അവന്മാർക്കും ബ്രഷ് വേണം, പെയിൻ്റ് അടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പെയിൻ്റ് അടിച്ചു. ഇൻഡിഗോ ഫ്ലോർ പെയിൻ്റാണ് അടിച്ചത്. ഏകദേശം ഒരു 5 ലിറ്റർ അതിന് മണ്ടേ വേണ്ടി വന്നു. 1 കോട്ട അടിച്ചുള്ളൂ. 2 കോട്ട അടിക്കണം, പക്ഷേ 1 കോട്ട് നല്ല ഭംഗിയായതുകൊണ്ട് 1 കോട്ട അടിച്ചുള്ളൂ. അതിനുശേഷം ഇതിന് വേണ്ടുന്ന ഗ്രാസ് ഞാൻ മേടിച്ചു. അതൊരു റോളാണ് എടുത്തത്. 500-550 സ്ക്വയർ ഫീറ്റ് മുകളിലുണ്ട് ഒരു റോള്. ഈ ഗ്രാസ് കട്ടിങ് ഒരു വലിയ പണിയായിരുന്നു. അത് തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ് മുഴുവൻ കട്ട് ചെയ്തത്. ഈ ഗ്രാസ് 1.5 ഇഞ്ച് കോൺക്രീറ്റ് ആണി വെച്ചിട്ടാണ് മൊത്തം അടിച്ചിരിക്കുന്നത്. അത് ഒട്ടിക്കുമല്ലായിരുന്നു, നേരെ മറിച്ച് അടിക്കുമായിരുന്നു. ഏകദേശം ഒരു 7 കിലോയ്ക്ക് മണ്ടേ നമുക്ക് ഈ ആണി വേണ്ടി വന്നു. പിന്നെ വീട്ടിലേക്കുള്ള വഴി നേരത്തെ ഞങ്ങൾ വീൽ സ്പേസ് മാത്രമേ കോൺക്രീറ്റ് ചെയ്തുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പും ബാക്കി മുഴുവൻ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ പുല്ല് ഒരു ആരോച്ചിനൊക്കെ വെച്ച് അടിച്ചു കൊടുത്തു. അപ്പോൾ വളരെ രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫിനിഷ് കഴിഞ്ഞപ്പോഴത്തേനും ഫുള്ള് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഇപ്പം നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. ശരിക്കും നല്ല രസമുള്ളത് കാണാൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ വീടും പരിസരമൊക്കെ ഭംഗിയാക്കണമെന്നുണ്ട്. എന്നാൽ പൈസയാണ് എല്ലാവർക്കും പ്രശ്നം. പക്ഷേ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിലുണ്ടല്ലോ, ഒത്തിരി പൈസ ചിലവില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആർക്കും ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അത് തരുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എംസാൻഡ് 200 അടി വേണ്ടി വന്നു, 15,000 രൂപയായി. ബേബി ചിപ്സ് 150 അടി 9,000 രൂപ. സിമൻറ്റ് നമുക്ക് 22 ചാക്ക് വേണ്ടി വന്നു, 8,360 രൂപ. പിന്നെ ഗ്രാസ് ഒരു 250 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് വേണ്ടി വന്നത്, 8,750 രൂപ ആയിട്ടുള്ളത്. പിന്നെ പെയിൻറ്റ് ഒരു 5 ലിറ്റർ ഏകദേശം 2,500, മൊത്തം കൂടി ഒരു 45 രൂപ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ബട്ടൺ അമർത്തണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, ബൈ.